അപ്പോൾ എല്ലാവർക്കും ലോജിക്കിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ FC മൊബൈലിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഇന്നത്തെ കുറച്ച് സംഭവങ്ങളാണ് കാണിച്ചാൽ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ റെട്രോ സ്റ്റാർസ് ഇവൻറ്റിനെ പറ്റി. ആ റെട്രോ സ്റ്റാർസ് ഇവൻറ്റിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കേണ്ടത്, പാക്ക് അൺലോക്ക് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കാണിച്ചു ഞങ്ങൾക്ക്. ഇപ്പോൾ തന്നെ റെട്രോ സ്റ്റാർസ് ഇവൻറ്റ് വന്നപ്പോൾ തന്നെ ഓരോ ഇവൻറ്റിലും അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പാക്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ അങ്ങനത്തെ ഓരോ ടൈപ്പ് പാക്സ് ആണ് കഴിച്ചു. പക്ഷേ ഇതിലൊക്കെ FC പോയിൻറ്റ്സ് കിട്ടണം. FC പോയിൻറ്റ്സ് പക്ഷേ എൻ്റെ അടുത്ത് പൈസ ഇല്ല കഴിച്ചു. ഞാൻ ഇതൊരു ടോപ്പ് ചെയ്തില്ല. കാരണം ടോപ്പ് വേണ്ടി നമ്മൾ ഏതെങ്കിലും എടുത്ത കുടുംബത്തെ ആളയക്കണം. അത്രമാത്രം പൈസ ഒട്ടിയും കഴിച്ചു. ഇതിൽ 2 ആളുകളുണ്ട്. അതുപോലെ 1000 ഉണ്ട്. അതായത് ഏകദേശം 99 to 100. അതായത് നമ്മൾ സാധാരണ FFൽ കാണാറില്ല അങ്ങനെ ഓരോ അവസാനം സ്പിൻ ചെയ്തിട്ട് അവസാനം കിട്ടുന്ന ഗ്രാൻഡ് പ്രൈസോ മറ്റേ പ്രൈസോ അങ്ങനെ ആ സംഭവം കഴിച്ചത്. അതിൽ അവസാന ഭാഗം നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് തന്നെ അതിൽ കിട്ടും. അങ്ങനെ സംഭവം. പക്ഷേ അതിന് കുറേ പൈസ കിട്ടും. പിന്നെ എല്ലാ ഇവൻറ്റിലും എപ്പോഴും 3000 ഡയമണ്ട് കൊടുത്തുള്ളൊരു പാക്ക് വരും. അങ്ങനെ ഇന്നത്തെ ചെയ്തിട്ടുണ്ടായി. ഓരോ ദിവസം ഡെയിലി ലിമിറ്റഡ് ആണ് ഗൈസ് ആ പാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ബാക്കി പിന്നെ ഇതിലത്തെ കുറച്ച് മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി 3000 ഞാൻ നാളത്തേക്ക് ചെയ്യും ഗൈസ്. നാളെ നമുക്കൊരു വീഡിയോ അതിൻ്റെ കാണിച്ചു തരാം. എനിക്ക് ഇന്ന് കിട്ടിയ ഏകദേശം ഒരു 99ൻ്റെ ഞാൻ കാണിച്ചു ഗൈസ്. ഇന്ന് കിട്ടിയ ഏകദേശം ഒരു 99ൻ്റെ ദഹി ലെഫ്റ്റ് വിങ് റാഷ് ബോഡിയാണ് ഗൈസ് ഈ കിട്ടണേന്ന്. അതിൻ്റെ പിന്നെ വീട്ടിലൊക്കെ പറ്റിയ അതിൻ്റെ റാഷ് ബോഡിയും കിട്ടിയത് 106 പേസ് 90 ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. റാഷ് ബോഡിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ കാർഡ്സ് കാണാൻ ഇവരെ നമ്മൾ ഒരിക്കലും കാർഡ്സ് കാണാനുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ വാല്യൂ പറഞ്ഞാൽ അങ്ങേറ്റ വാല്യൂ ഗൈസ്. പിന്നെ ഇവിടെ കളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലുമാണ്. അപ്പോൾ പാക്സ് ഇതാണ് ഗൈസ്. ഇതിൽ വരുന്ന പാക്സ് തന്നത് ബെസ്റ്റ് സെല്ലറിലും ഇതിൻ്റെ പാക്സ് ഉണ്ട്. അത് പക്ഷേ പൈസ കൊടുത്തുള്ളതാണ്. പിന്നെ ടോപ്പ് ഇവൻറ്റ്സ് വേണ്ടത് ഇത് പിന്നെ ജസ്റ്റ് ഫ്രീ പാക്കാണ്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിടാം. ജസ്റ്റ് ഫ്രീ പാക്കാണ് ഗൈസ്. ഫ്രീ പാക്ക്. ഇനി നമുക്ക് ഇവൻ്റ് എങ്ങനെ നോക്കിയേക്കാം. റെട്രോസാസ് ഇവൻറ്റിലേക്ക് നമ്മൾ കയറി. ഇവൻറ്റിൽ ഫസ്റ്റ് തന്നെ മൂന്ന് ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ഇൻട്രോ, റെട്രോ ആർക്കേഡ്, പിന്നെ റെട്രോ റിവാർഡ്സ്. അതിൽ ഇൻട്രോ ഉള്ള ഭാഗത്ത് ഏകദേശം ഇവിടെ നോക്കി മനസ്സിലാവും. ഇവിടെ ഒരു 99 റെട്രോ റിവാർഡ്സ് നടക്കുന്നുണ്ട്. അതിൽ ഇത് പറഞ്ഞാൽ ഇപ്പോഴത്തുള്ള 98 to 100 പറഞ്ഞ ആ ഒരു പാക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ അത് നമുക്ക് യൂറോ റിവാർഡ്സിൽ പോയിട്ട് റെട്രോ റിവാർഡ്സ് പോയിട്ട് നമുക്ക് നോക്കണം ഗൈസ്. പക്ഷേ റെട്രോ ആർക്കേഡ് കളിച്ച് നമുക്ക് ഈ സ്റ്റോക്ക് ചിക്കാവ് എന്ന് പറഞ്ഞാൽ ഇവനെ കിട്ടും. പക്ഷെ അത് കിട്ടണമെങ്കിൽ അതിൻ്റെ അടുത്ത വീക്കാണ്. ഇതിപ്പം week 1 week 2 ഇത് ഇറങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ചയായി ഈ ഇവൻറ്റ് വന്നിട്ട്. അതുകൊണ്ട് തന്നെ week 1 week 2 week 3 ഇൻട്രോയിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 എണ്ണം ക്ലൈം ചെയ്യാനുണ്ടാവും. 1000 ഡയമണ്ടും ഒരു 94 പാക്കും പിന്നെ ഒക്കെ ഒരു 2 മില്യൺ കോയിൻസും ക്ലൈം ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇതിൽ ഏകദേശം കിട്ടിയേക്കുന്നത് ഈ ഒരു ക്രിസ് സ്മാളിംഗ് എന്ന് പറഞ്ഞ സെൻട്രൽ ബാക്കിയാണ്. വലിയ കുഴപ്പമില്ലാത്ത കാർഡാണ് ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത അത് ലാസ്റ്റ് ആഴ്ചയായിരിക്കും നമുക്ക് ഈ മാസ്റ്ററാനെ കിട്ടുക. ഈ മാസ്റ്ററാനെ വെച്ചാണ് ഗൈസ് നമ്മൾ റാങ്ക് അപ്പ് ചെയ്യുക. അത് ഓരോ റാങ്ക് അപ്പയും ഓരോരോ മാസ്റ്ററാനെയാണ്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരാളൊറ്റ റാങ്ക് അപ്പ് ചെയ്യണി ഒരു മാസ്റ്ററാനെ മതി. സെക്കൻഡത്തെയും ചെടി ഒരു മാസ്റ്ററാനെ മതി. അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ അഥവാ ആ ചെയ്യുന്നതനുസരിച്ച് അവരുടെയൊക്കെ ട്രെയിനിങ് ക്യാപ്പ് കൂടും. അതായത് നിങ്ങളിപ്പോൾ ഒരു റാങ്ക് അപ്പ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ട്രെയിനിങ് ക്യാപ്പ് 10 ലെവലിലേക്കാവും. നമുക്ക് കിട്ടുമ്പോൾ തന്നെ അയാൾ 5 ലെവൽ ട്രെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ റാങ്ക് അപ്പ് ചെയ്യുമ്പോൾ അയാൾ 15 ലെവൽ ട്രെയിനിങ് ക്യാപ്പിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ട്രെയിനിങ്ങിൽ അയാൾ 20 ലെവൽ ട്രെയിനിങ്ങിക്ക് പോകും. അതിൻ്റെ നാലാമത്തതിൽ 5 മാസ്റ്റർ എടുക്കണം ഗൈസ്. 5 എണ്ണം. കുറേ ആൾക്കാർക്കൊക്കെ ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ ഈ പ്രോബബിലിറ്റി എന്ന് കാണിക്കും ഗൈസ്. പ്രോബബിലിറ്റി അത് ചിലപ്പോൾ 10 ആകുമ്പോൾ കാണിക്കില്ല. അത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസ്റ്ററിനൊക്കെ 2 എണ്ണം കൊടുക്കുകയാണെങ്കിൽ സക്സസ് ആയിരിക്കാം. പക്ഷെ ഒരിക്കലും ഞാൻ കൊടുത്തിരിക്കേണ്ട ഗൈസ്. എൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ച വീഡിയോയിൽ എനിക്ക് എൻ്റെ ഡഗ്ലീഷിന് ഏകദേശം ഞാൻ കൊടുത്തതിന് ഏകദേശം 29 മാസ്റ്ററാനാണ് ഗൈസ്. പക്ഷേ ജസ്റ്റ് 19 മാസ്റ്ററാണ് മതി. ഞാൻ അന്ന് എത്രയോ മണ്ടത്തരം കാണിച്ചിട്ട് 8 മാസ്റ്ററാണ് ഗൈസ്. ജസ്റ്റ് ഡഗ്ലീഷ് വേണ്ടി വേസ്റ്റ് ആക്കുന്നത് 8 മാസ്റ്ററാനോ. പിന്നെ ഇതിന് കിട്ടുന്ന ഇതിൻ്റെ ഈ ടിക്കറ്റ്സിന് വരാണ് റെട്രോസ്റ്റാർസ് ടിക്കറ്റ്സ്. ഈ ടിക്കറ്റ്സ് നമുക്ക് എൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന സാധനം കണ്ടുപോയി. യൂണിവേഴ്സ് ടോക്കൺ. ഇതാണ് യൂണിവേഴ്സ് ടോക്കൺ. ഈ യൂണിവേഴ്സ് ടോക്കൺ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റോറത്തെ കയറിയിട്ട് സ്റ്റോറത്തെ എക്സ്ചേഞ്ച് റെട്രോസ്റ്റാർസ് ഇവൻറ്റിന് ഇവിടെ നിന്ന് എടുക്കണം. അപ്പോൾ ഞാൻ എന്തോ എടുത്തിട്ടുണ്ടായില്ല. ഈ ടോക്കൺ വെച്ച് വേണം പിന്നെ നമുക്ക് ബാക്കി ചെയ്യാൻ. ആ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റ് ഓപ്പൺ ചെയ്യാനിട്ട് ഇവിടെ നമുക്ക് ഇൻട്രോയിൽ ഡെയിലി മാച്ചോ സംഭവം ഉണ്ട്. ഈ ഡെയിലി മാച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 20 ടോക്കൺ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇമോട്ട്സോ ക്ലൈം ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞ ഗൈസ്. ഇതൊക്കെ ഓരോ വട്ടം വന്നുകൊണ്ടിരുന്ന ഇമോട്ട് തന്നെ. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഷഫിൾ ചെയ്ത് അടുത്ത ഇമോട്ട് ഇട്ട് നോക്കാം. ഞാൻ മിനിമം ഇതിലത്തെ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ ആവശ്യമില്ല. അത് കഴിഞ്ഞുള്ള റെട്രോ ആർക്കേഡ് ഒരു സംഭവമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള. അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ടീം സെലക്ട് യുവർ ഹോം ടീം പറഞ്ഞ് ഇവിടെ കാണിക്കില്ലേ. അതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യണ്ടേ. ഞാൻ ഒരു മണ്ടത്തിന് കാണിച്ച് ഈ PSG സെലക്ട് ചെയ്യണ്ടേ. എനിക്ക് സെലക്ട് ചെയ്യാൻ എല്ലാം ഡയറക്റ്റ് നോക്കിയിട്ടുണ്ടായി. ഞാൻ മാഞ്ചസ്റ്റർ സെലക്ട് നോക്കിയാൽ പക്ഷേ PSG ആയിപ്പോയി. പിന്നെ ഇതിപ്പോൾ ഇവിടെ ലെവൽ 1 ലെവൽ 2 ലെവൽ 3 കണ്ടാവില്ലേ ഗൈസ്. നിങ്ങൾ ആർക്കേഡ് ചലഞ്ച് അങ്ങനെ കണ്ടാവില്ലേ.
അപ്പം ഇതിൽ ലെവൽ 1 പറഞ്ഞാൽ ഒന്നാമത്തെ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന ആർക്കേഡാണ്. അതായത് ഇവിടെ ഫസ്റ്റ് നമുക്കൊരു സ്കിൽ ഗെയിം ഉണ്ടാകും. അതിന് ഈ ഒരു 8 ടോക്കൺ കൊടുക്കണം. അത് ഡെയിലി ടോക്കൺ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് എപ്പോഴും. ഇതെവിടെ ഡെയിലി ഒക്കെ ഇതെന്താ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കഴിച്ചു. വെറുതെ നമുക്ക് ഈ ടോക്കൺ ഇങ്ങനെ തരുന്നുണ്ട്. അത് എന്തിനാണോ എനിക്ക് അറിയില്ല കഴിച്ചു. ഈ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ സ്കിൽ ഗെയിം കളിക്കാവുന്ന വേണം. അതിലും സ്കിൽ ഗെയിം കളിച്ചാൽ ഫസ്റ്റ് വിന്നാണെങ്കിൽ നമുക്ക് 200 ടോക്കണും അതിൻ്റെ കൂടെ തന്നെ 1000 കോയിൻസ് കിട്ടും. 1000 കോയിൻസിൻ്റെ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ അപ്പം ഇവിടെ ഹെഡ് ഉണ്ട്. ആ ഹെഡ് നമ്മൾ ജയിച്ചാൽ മാത്രം നമുക്ക് 2000 ഡയമണ്ട് കിട്ടും ഗൈസ്. അത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇത് അൺലോക്ക് ആവും. ഈ മാച്ച് അൺലോക്ക് ആവും. അതിൽ തുടങ്ങുമ്പോൾ തന്നെ ഹാഫ് ടൈം 1 അത് കഴിക്കും. അതിൽ ഫസ്റ്റ് വിന്നാണെങ്കിൽ 300 ടോക്കൺ കിട്ടും. അത് നമുക്ക് ഇത് അൺലോക്ക് ആയിട്ട് 2000 കോയിൻ കിട്ടും ഗൈസ്. 2000 കോയിൻ കിട്ടും ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു മാച്ച് ഉണ്ട് 0-0 സ്റ്റാർട്ടിങ് 350. ഫസ്റ്റ് വിന് 350 കിട്ടും. 150 കിട്ടും ഗൈസ്. പിന്നെ ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട് മാച്ച് ടൈം. അത് നമുക്ക് ഏകദേശം 590 മോളിക്കുള്ള പ്ലേയേഴ്സിനെ കൊടുത്താൽ കിട്ടുള്ളൂ. അങ്ങനെ ഇതിലുള്ള എല്ലാ ആൾക്കാരെയും കൊടുത്താൽ മാത്രമേ ഇതിലുള്ള എല്ലാ അടുത്ത എല്ലാ ലെവലും കംപ്ലീറ്റ് ആക്കി മാത്രമേ നമുക്ക് ഈ 2 ലോഗോസ് അതായത് കണ്ടിന്യൂ 3-2-1 പ്രീമിയവും ഇൻ വൺ ഗോ എന്നുള്ള ഇതും കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇവൻ്റെ റെട്രോ ആർക്കേഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ ടോക്കൺ എന്ന് പറഞ്ഞാൽ ഈ റെട്രോസ്റ്റാറിൻ്റെ സ്റ്റാർ ടോക്കൺ എന്ന് പറഞ്ഞാൽ അത് അവിടെ ആർക്കേഡ് യൂസ് ചെയ്യുന്നതാണ്. ഈ റെട്രോസ്റ്റാർ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെട്രോ റിവാർഡ്സ് പോകുക ഗൈസ്. റെട്രോ റിവാർഡ്സ് നിന്ന് ഇവിടെയുണ്ട് വീക്ക് 1, വീക്ക് 2, വീക്ക് 3 എന്ന്. അതിൽ എനിക്കിപ്പം ഈ സൂപ്പർ റിവാർഡ് എന്നുള്ള ഈ പാക്കിൻ്റെ ഇവിടെ ആയിട്ട് 8 എടുക്കാനുള്ളതിന് 6 എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അത് കണ്ട് ഇവിടെ ഫുൾ ടിക്കൊക്കെ വന്നേക്കുന്നത്. ആ ടിക്കൊക്കെ വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ ഫുള്ളി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെ ടിക്കൊക്കെ വരാൻ കാരണം. ടിക്ക് വന്നേക്കുന്നത് അങ്ങനെ ഇത് ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വീക്ക് 4 ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഈ ഒരു ഇത് കിട്ടുള്ളൂ. 98-100 ഈ പാക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇപ്പുറത്തെ ടോപ്പ് പ്രൈസ് ഒരു റെഡീം മെഷീൻ സംഭവമുണ്ട്. അത് നമുക്ക് സ്പിന്ന് പോലെ 200 എണ്ണം കൊടുത്തതിന് ഒന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 200 സ്പിന്നിന് വേണമെങ്കിൽ ഇത് ചെയ്യാം. അതായത് ഏകദേശം ഒരൊറ്റ സ്പിന്നാണ് ഈ 200 ഡ്രോയിൻ്റെ ഏതെങ്കിലും സ്പിൻ ഇത് ഏതൊക്കെ ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഓരോ പ്രശ്നം ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ലക്ക് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഞാൻ ഇതിന് റെഡിമിഷൻ ചെയ്തില്ല കാരണം എനിക്ക് ഫുൾ ഇത് കിട്ടിച്ച അവസാനം എനിക്ക് പാക്ക് അൺലോക്കാണുള്ള കേസ്. അതുകൊണ്ട് ഞാൻ ഇന്ന് കൊടുക്കാതെ 10 എണ്ണം കിട്ടണമെങ്കിൽ 10 ഡ്രോ ഒറ്റയ്ക്ക് കറക്കിയാൽ മതി. പക്ഷേ അതിനുള്ള ടോക്കൺ ആരെങ്കിലും കൊടുക്കാറില്ല. ഇതാണ് ഗൈസ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഇവൻ്റത്തെ ടോക്കൺ വേണമെങ്കിൽ നമുക്ക് ദിവസം വേണമെങ്കിൽ കുറച്ചും കിട്ടും. അത് പറഞ്ഞ ഈ ക്വസ്റ്റ് നമുക്ക് കിട്ടും ഗൈസ്. ക്വസ്റ്റ് കണ്ട ഗൈസ് ഓരോന്നും ചെയ്തതിന് 35-25 ടോക്കൺസ് കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പിന്നെ ഗൈസ് ഞാൻ ഇന്നലെ മറ്റേ വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെട്രോസ്റ്റാർ ഇതിൻ്റെ എക്സ്ചേഞ്ചസിൽ മാർക്കറ്റാണ് ഗൈസ് ഓപ്പണാണ്. ഈ എക്സ്ചേഞ്ചസിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഡെയിലി പിക്സ് ഇതാണ് ഗൈസ്. ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്തോ ഏക്കാരുടെ സെർവറിന് എന്തോ പ്രശ്നം പറ്റണേന്ന് തോന്നുന്നു ഗൈസ്. ഇന്ന് ഡെയിലി പിക്സ് വീണുമായിരിക്കും. ഈ ഡെയിലി പിക്സ് പറഞ്ഞ സെക്ഷനിൽ ഇവിടെ ഒരു കൂൾ ഡൗൺ പറഞ്ഞ സംഭവമില്ല. അത് ഞാൻ ഇന്ന് 2 ചെയ്തിട്ടുണ്ടായിരുന്നു. 296 OVR മോണിക്കുള്ള ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 400-500 ഡെയിലി പിക്സ് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നെ ലിമിറ്റില്ല. 93 മോണിക്കുള്ള ആൾക്കാരെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നില്ല ഗൈസ്. കാരണം എനിക്ക് ഇവരെ നാളത്തെ ഇതിപ്പോൾ എൻ്റെ ഇന്നത്തെ കൂൾ ഡൗൺ കഴിഞ്ഞ് ഇന്ന് കൂൾ ഡൗൺ ആണ്. നാളത്തേക്ക് എൻ്റെ റെഡി ആവുള്ളൂ. അപ്പോഴത്തേക്ക് നാളെ കൊടുത്തേ നമുക്ക് എനിക്ക് ഏകദേശം 3000 ഡെയിലി പിക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഇപ്പം എൻ്റെ അടുത്ത് 2000 എത്രയുണ്ട്. അത് ഇന്നലെ എല്ലാവരും പേടിച്ച് സാധനമായിരിക്കും. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ട് പറഞ്ഞാൽ ഈ എക്സ്ട്രാ ടൈം പറഞ്ഞാൽ ഡെയിലി പിക്ക് വരുന്നതിന് മുമ്പ് വരെ കോയിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറായിരുന്നു. അതും കിട്ടണമെങ്കിൽ ആകെ നമുക്ക് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ലോജിക്കൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ FC മൊബൈലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഇന്നത്തെ കുറച്ച് സംഭവങ്ങളാണ് കാണിച്ചാൽ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ റെട്രോ സ്റ്റാർസ് ഇവൻറ്റിനെ പറ്റി. ആ റെട്രോ സ്റ്റാർസ് ഇവൻറ്റിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കേണ്ടത്, പാക്ക് അൺലോക്ക് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കാണിച്ചാൽ ഞങ്ങൾക്ക്. ഇപ്പോൾ തന്നെ റെട്രോ സ്റ്റാർസ് ഇവൻറ്റ് വന്നപ്പോൾ തന്നെ ഓരോ ഇവൻറ്റിലും അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പാക്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ അങ്ങനത്തെ ഓരോ ടൈപ്പ് പാക്സ് ആണ് ഗൈസ്. പക്ഷേ ഇതിലൊക്കെ FC പോയിൻറ്റ്സ് കിട്ടണം. FC പോയിൻറ്റ്സ് പക്ഷേ എൻ്റെ അടുത്ത് പൈസ ഇല്ല ഗൈസ്. ഞാൻ ഇതൊരു ടോപ്പ് ചെയ്തില്ല. കാരണം ടോപ്പ് വീഡിയോ നമ്മൾ ഏതെങ്കിലും എടുത്ത കുടുംബത്തെ ആളായിരിക്കണം. അത്രമാത്രം പൈസ ഒട്ടിക്കും ഗൈസ്. ഇതിൽ 2 വട്ടം ചെയ്യാനുണ്ട്. അതുപോലെ 1000 ഉണ്ട്. അതായത് ഏകദേശം 99-100. അതായത് നമ്മൾ സാധനം FFൽ കാണാറില്ല. അങ്ങനെ ഓരോ അവസാനം സ്പിന്നിട്ട് അവസാനം നമുക്ക് കിട്ടുന്ന ഗ്രാൻഡ് പ്രൈസോ മറ്റേ പ്രൈസോ അങ്ങനെ ആ സംഭവം കഴിച്ചത്. അതിൽ അവസാന ഭാഗം നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് തന്നെ അതിൽ കിട്ടും. അങ്ങനെ സംഭവം. പക്ഷേ അതിന് കുറേ പൈസ കിട്ടും. പിന്നെ എല്ലാ ഇവൻറ്റിലും എപ്പോഴും 3000 ഡയമണ്ട് എടുത്തുള്ളൊരു പാക്ക് വരും. അങ്ങനെ ഇന്നത്തെ ചെയ്തിട്ടുണ്ടായി. ഓരോ ദിവസം ഡെയിലി ലിമിറ്റഡ് ആണ് ഗൈസ് ആ പാക്ക്.
അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ബാക്കി പിന്നെ ഇന്നത്തെ കുറച്ച് മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി മൂവ് ചെയ്താൽ ഞാൻ നാളത്തേക്ക് ചെയ്യും ഗൈസ്. നാളെ നമുക്കൊരു വീഡിയോ അതിൻ്റെ കാണിച്ചു തരാം. എനിക്ക് ഇന്ന് കിട്ടിയ ഏകദേശം ഒരു 99ൻ്റെ ഞാനൊരു കാണിച്ചത് ഗൈസ്. ഇന്ന് കിട്ടിയ ഏകദേശം ഒരു 99ൻ്റെ ദഹി ലെഫ്റ്റ് റാഷ്ഫോർഡിയാണ് ഗൈസ് കിട്ടണേന്ന്. അതിൻ്റെ പിന്നെ വീട്ടിൽ എടുക്കാൻ പറ്റില്ല. റാഷ്ഫോർഡിയും കിട്ടി 106 പേസ് 90 ഷൂട്ടി ഒക്കെ ഉണ്ട് ഗൈസ്. റാഷ്ഫോർഡിയും കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ കാർഡ്സ് കാണാൻ ഇവരെ നമ്മൾ ഒരിക്കലും കാർഡ്സ് കാണാനുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ വാല്യൂ പറഞ്ഞാൽ അങ്ങേറ്റ വാല്യൂ ഗൈസ്. പിന്നെ ഇവിടെ കളി എന്ന് പറഞ്ഞാൽ വേറെ ലെവലുമാണ്. അപ്പോൾ പാക്സ് ഇതാണ് ഗൈസ്. ഇതിൽ വരുന്ന പാക്സ് വന്നത് ബെസ്റ്റ് സെല്ലറിലും ഇതിൻ്റെ പാക്സ് ഉണ്ട്. അത് പക്ഷേ പൈസ കൊടുത്തുള്ളതാണ്. പിന്നെ ടോപ്പ് ഇവൻറ്റ്സ് വേണ്ട. ഇത് പിന്നെ ജസ്റ്റ് ഫ്രീ പാക്കാണ്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് തരാം. ജസ്റ്റ് ഫ്രീ പാക്കാണ് ഗൈസ്. ഫ്രീ പാക്ക്. ഇനി നമുക്ക് ഇവൻ്റ് എങ്ങനെ നോക്കിയേക്കാം. റെട്രോസാസ് ഇവൻറ്റിലേക്ക് നമ്മൾ കയറി. ഇവൻറ്റിൽ ഫസ്റ്റ് തന്നെ മൂന്ന് ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ഇൻട്രോ, റെട്രോ ആർക്കേഡ്, പിന്നെ റെട്രോ റിവാർഡ്സ്. അതിൽ ഇൻട്രോ ഉള്ള ഭാഗത്ത് ഏകദേശം ഇവിടെ നോക്കി മനസ്സിലാവും. ഇവിടെ ഒരു 99 റെട്രോ റിവാർഡ്സ് നടക്കുന്നുണ്ട്. അതിൽ ഇത് പറഞ്ഞാൽ ഇപ്പോഴത്തുള്ള 98 to 100 പറഞ്ഞ ആ ഒരു പാക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ അത് നമുക്ക് യൂറോ റിവാർഡ്സ് പോയിട്ട് അവിടെ റെട്രോ റിവാർഡ്സ് പോയിട്ട് നമുക്ക് നോക്കണം ഗൈസ്. പക്ഷേ ഈ റെട്രോ ആർക്കേഡ് കളിച്ച് നമുക്ക് ഈ സ്റ്റോക്ക് ചിക്കാവ് എന്ന് പറഞ്ഞാൽ ഇവനെ കിട്ടും. പക്ഷെ അത് കിട്ടണമെങ്കിൽ അതിൻ്റെ അടുത്ത വീക്കാണ്. ഇതിപ്പം വീക്ക് 1 വീക്ക് 2 ഇത് ഇറങ്ങിയിട്ട് ഏകദേശം 3 ആഴ്ചയായി ഈ ഇവൻ്റ് ഇറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ വീക്ക് 1 വീക്ക് 2 വീക്ക് 3 ഇൻട്രോയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 എണ്ണം ക്ലൈം ചെയ്യുന്നുണ്ടാവും. 1000 ഡയമണ്ടും ഒരു 94-99 പാക്കും പിന്നെ ഒക്കെ ഒരു 2 മില്യൺ കോയിൻസും ക്ലൈം ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇതിൽ ഏകദേശം കിട്ടിയേക്കുന്നത് ഈ ഒരു ക്രിസ് സ്മാളിംഗ് എന്ന് പറഞ്ഞ സെൻട്രൽ ബാക്കിയാണ്. വലിയ കുഴപ്പമില്ലാത്ത കാർഡാണ് ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത അത് ലാസ്റ്റ് ആഴ്ചയ്ക്ക് നമുക്ക് ഈ മാസ്റ്ററാനെ കിട്ടുക. ഈ മാസ്റ്ററാനെ വെച്ചാണ് ഗൈസ് നമ്മൾ റാങ്ക് അപ്പ് ചെയ്യുക. അത് ഓരോ റാങ്ക് അപ്പിനും ഓരോരോ മാസ്റ്ററാനെയാണ്. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരാളൊറ്റ റാങ്ക് അപ്പിന് ഒരു മാസ്റ്ററാനെ മതി. സെക്കൻഡത്തിന് ചെറിയ ഒരു മാസ്റ്ററാനെ മതി. അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ അഥവാ ആ ചെയ്യുന്നതനുസരിച്ച് അവരുടെയൊക്കെ ലെവൽ ട്രെയിനിങ് ക്യാപ്പ് കൂടും. അതായത് നിങ്ങളിപ്പോൾ ഒരു റാങ്ക് അപ്പ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ട്രെയിനിങ് ക്യാപ്പ് 10 ലെവലിലേക്ക് ആവും. നമുക്ക് കിട്ടുമ്പോൾ തന്നെ 5 ലെവൽ ട്രെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ റാങ്ക് അപ്പ് ചെയ്യുമ്പോൾ അയാൾ 15 ലെവൽ ട്രെയിനിങ് ക്യാപ്പിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ട്രെയിനിങ്ങിൽ അയാൾ 20 ലെവൽ ട്രെയിനിങ്ങിലേക്ക് പോകും. അതുകൊണ്ട് നാലാമത്തതിൽ 5 മാസ്റ്റർ എടുക്കണം ഗൈസ്. 5 എണ്ണം. കുറേ ആൾക്കാർക്കൊക്കെ ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ അടിയിൽ പ്രോബബിലിറ്റി എന്ന് കാണിക്കും ഗൈസ്. പ്രോബബിലിറ്റി അത് ചിലപ്പോൾ 10 ആകുമ്പോൾ കാണിക്കില്ല. അത് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസ്റ്ററിനൊക്കെ 2 എണ്ണം കൊടുക്കുകയാണെങ്കിൽ സക്സസ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ കൊടുത്തിരിക്കേണ്ട ഗൈസ്. എൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ച വീഡിയോയിൽ എനിക്ക് എൻ്റെ ഡഗ്ലീഷിന് ഏകദേശം ഞാൻ കൊടുത്തതിന് ഏകദേശം 29 മാസ്റ്ററാനാണ് ഗൈസ്. പക്ഷേ ജസ്റ്റ് 19 മാസ്റ്ററാണ് മതി. ഞാൻ അന്ന് എത്രയോ മണ്ടത്തരം കാണിച്ചിട്ട് 8 മാസ്റ്ററാണ് ഗൈസ് ജസ്റ്റ് ഡഗ്ലീഷ് വേണ്ടി വേസ്റ്റ് ആക്കുന്നത്. 8 മാസ്റ്ററാനോ. പിന്നെ ഇതിന് കിട്ടുന്ന ഇതിൻ്റെ ഈ ടിക്കറ്റ്സിന് വരാണ് റെട്രോസ്റ്റാർ ടിക്കറ്റ്സ്. ഈ ടിക്കറ്റ്സ് നമുക്ക് എൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്ന സാധനം കാണുന്നത് യൂണിവേഴ്സ് ടോക്കൺ. ഇതാണ് യൂണിവേഴ്സ് ടോക്കൺ. ഈ യൂണിവേഴ്സ് ടോക്കൺ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റോറത്തെ കയറിയിട്ട് സ്റ്റോറത്തെ എക്സ്ചേഞ്ച് റെട്രോസ്റ്റാർ ഇവൻറ്റിന് ഇവിടെ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഞാൻ എന്തോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടോക്കൺ വെച്ച് വേണം പിന്നെ നമുക്ക് ബാക്കി ചെയ്യാൻ. ആ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാനിട്ട് ഇവിടെ നമുക്ക് ഇൻട്രോയിൽ ഡെയിലി മാച്ച് സംഭവം ഉണ്ട്. ഈ ഡെയിലി മാച്ച് ഞാൻ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 20 ടോക്കൺ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇമോട്ട്സൊക്കെ ക്ലൈം ചെയ്യും. ഞാൻ പറയാം ഗൈസ്. ഇതൊക്കെ ഓരോ വട്ടം വന്നുകൊണ്ടിരുന്ന ഇമോട്ട്. പിന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ ഷഫിൾ ചെയ്ത് അടുത്ത ഇമോട്ട് ഇട്ട് നോക്കാം. ഞാൻ മിനിമം ഇതിലത്തെ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ ആവശ്യമില്ല. അത് കഴിഞ്ഞുള്ള റെട്രോ ആർക്കേഡ് ഒരു സംഭവമുണ്ട് അതിന് തൊട്ടപ്പുറത്തുള്ള. അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ടീം സെലക്ട് യുവർ ഹോം ടീം പറഞ്ഞ് ഇവിടെ കാണിക്കില്ലേ. അതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ മണ്ടത്തിന് കാണിച്ച് ഈ PSG സെലക്ട് ചെയ്യേണ്ടതിനെ എനിക്ക് സെലക്ട് ചെയ്യാൻ എല്ലാം ഡയറക്റ്റ് നോക്കിയിട്ടുണ്ടായി. ഞാൻ മാഞ്ചസ്റ്റർ സെലക്ട് ചെയ്ത് നോക്കിയാൽ പക്ഷേ PSG ആയിപ്പോയി. പിന്നെ ഇതിപ്പോൾ ഇവിടെ ലെവൽ 1 ലെവൽ 2 ലെവൽ 3 കണ്ടാവില്ലേ ഗൈസ്. നിങ്ങൾ ആർക്കേഡ് ചലഞ്ച് അങ്ങനെ കണ്ടാവില്ലേ. അപ്പം ഇതിൽ ലെവൽ 1 പറഞ്ഞാൽ ഒന്നാമത്തെ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന ആർക്കേഡാണ്. അതായത് ഇവിടെ ഫസ്റ്റ് നമുക്കൊരു സ്കിൽ ഗെയിം ഉണ്ടാകും. അതിന് ഈ ഒരു ടോക്കൺ കൊടുക്കണം. അത് ഡെയിലി ടോക്കൺ ആയിട്ട് ഇവിടെ കാണുന്നുണ്ടാവും എപ്പോഴും. ഇതെവിടെ ഡെയിലൊക്കെ ഇത് എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഗൈസ്. വെറുതെ നമുക്ക് ഈ ടോക്കൺ ഇങ്ങനെ തരുന്നുണ്ട്. അത് എന്തിനാണോ എനിക്കും അറിയില്ല ഗൈസ്. ഈ ടോക്കൺ കിട്ടിക്കഴിഞ്ഞുള്ള വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ സ്കിൽ ഗെയിം കളിക്കാൻ ഒന്ന് വേണം. അതിലും സ്കിൽ ഗെയിം കളിച്ചാൽ ഫസ്റ്റ് വിന്നാണെങ്കിൽ നമുക്ക് 200 ടോക്കണും അതിൻ്റെ കൂടെ തന്നെ 1000 കോയിൻസ് കിട്ടും. 1000 കോയിൻസിൻ്റെ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ അപ്പം ഇവിടെ ഹെഡ് ഉണ്ട്. ആ ഹെഡ് നമ്മൾ ജയിച്ചാൽ മാത്രം നമുക്ക് 2000 ഡയമണ്ട് കിട്ടും ഗൈസ്. അത് കഴിഞ്ഞപ്പം നമുക്ക് ഇത് അൺലോക്ക് ആവും. ഈ മാച്ച് അൺലോക്ക് ആവും. അതിൽ തുടങ്ങുമ്പോൾ തന്നെ ഹാഫ് ടൈം 1 അത് കഴിക്കും. അതിൽ ഫസ്റ്റ് വിന്നാണെങ്കിൽ 300 ടോക്കൺ കിട്ടും. അതിന് നമുക്ക് ഇത് അൺലോക്ക് ആയിട്ട് 2000 കോയിൻ കിട്ടും ഗൈസ്. 2000 കോയിൻ കിട്ടും ഗൈസ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാച്ച് ഉണ്ട് 0-0 സ്റ്റാർട്ടിങ് 350 ഫസ്റ്റ് വിന് 350 കിട്ടും. 350 കിട്ടും ഗൈസ്. പിന്നെ ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട് മാസ്റ്റർ. അത് നമുക്ക്
ഏകദേശം 590 മുകളിലുള്ള പ്ലേയേഴ്സിനെ കൊടുത്തേ കിട്ടുള്ളൂ. അങ്ങനെ ഇതിലുള്ള എല്ലാ ആൾക്കാരെയും കൊടുത്താൽ മാത്രമേ ഇതിലുള്ള എല്ലാ അടുത്ത എല്ലാ ലെവലും കംപ്ലീറ്റ് ആക്കി മാത്രമേ നമുക്ക് ഈ 2 ലോഗോസ്, അതായത് കണ്ടിന്യൂ 3, 2, 1 പ്രീമിയവും ഇൻ വൺ ഗോ എന്നുള്ള ഇതും കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇവൻ്റെ റെട്രോ ആർക്കേഡ് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ ടോക്കൺ എന്ന് പറഞ്ഞാൽ ഈ റെട്രോസ്റ്റാറിൻ്റെ സ്റ്റാർ ടോക്കൺ എന്ന് പറഞ്ഞാൽ അത് അവിടെ ആർക്കേഡ് യൂസ് ചെയ്യുന്നതാണ്. ഈ റെട്രോസ്റ്റാർ ടിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ റെട്രോ റിവാർഡ്സ് പോകുക ഗൈസ്. റെട്രോ റിവാർഡ്സ് നിന്ന് ഇവിടെ ഉണ്ട് വീക്ക് 1, വീക്ക് 2, വീക്ക് 3 എന്ന്. അതിൽ എനിക്കിപ്പം ഈ സൂപ്പർ റിവാർഡ് എന്നുള്ള ഈ പാക്കിൻ്റെ ഇവിടെ ആയിട്ട് 8 എടുക്കാനുള്ളതിന് 6 എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അത് കണ്ട് ഇവിടെ ഫുൾ ടിക്കൊക്കെ വന്നേക്കുന്നത്. ആ ടിക്കൊക്കെ വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ ഫുള്ളി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ടിക്കൊക്കെ വരാൻ കാരണം. ടിക്ക് വന്നേക്കുന്നത് അങ്ങനെ ഇത് ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വീക്ക് 4 ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവസാനം ഈ ഒരു ഇത് കിട്ടുള്ളൂ. 98-100 ഈ പാക്കുകളൊക്കെ പറ്റുമോ. ഇനി ഇപ്പുറത്തെ ടോപ്പ് പ്രൈസ് ഒരു റെഡീം മെഷീൻ സംഭവമുണ്ട്. അത് നമുക്ക് സ്പിന്ന് പോലെ 200 എണ്ണം കൊടുത്തതിന് ഒന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് 200 സ്പിന്നിന് വേണമെങ്കിൽ ഇത് ചെയ്യാം. അതായത് ഏകദേശം ഒരൊറ്റ സ്പിന്നാണ് ഈ 200 ഡ്രോയിൻ്റെ ഏതെങ്കിലും സ്പിൻ ഇത് ഏതെങ്കിലും ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ലക്ക് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഞാൻ ഇതിന് ലിമിറ്റ് ചെയ്തില്ല, കാരണം എനിക്ക് ഫുൾ ഇത് കിട്ടിയിട്ട് അവസാനം എനിക്ക് പാക്ക് അൺലോക്കാണുള്ള കേസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൊടുക്കാതെ. 10 എണ്ണം കിട്ടണമെങ്കിൽ 10 ഡ്രോ അത്രയും കറക്കിയാൽ മതി. പക്ഷേ അതിനുള്ള ടോക്കൺ ആരെങ്കിലും കൊടുക്കാറില്ല. ഇതാണ് ഗൈസ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഇവൻ്റത്തെ ടോക്കൺ വേണമെങ്കിൽ നമുക്ക് ദിവസം വേണമെങ്കിൽ കുറച്ചും കിട്ടും. അത് പറഞ്ഞ ഈ ക്വസ്റ്റ് നമുക്ക് കിട്ടും ഗൈസ്. ക്വസ്റ്റ് ഗൈസ് കണ്ട ഗൈസ് ഓരോന്നും ചെയ്തതിന് 35-25 ടോക്കൺസ് കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പിന്നെ ഗൈസ് ഞാൻ ഇന്നലെ മറ്റേ വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെട്രോസ്റ്റാർ ഇതിൻ്റെ എക്സ്ചേഞ്ചസിൽ മാർക്കറ്റാണ് ഗൈസ് ഓപ്പണാണ്. ഈ എക്സ്ചേഞ്ചസിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഡെയിലി പിക്സ് ഇതാണ് ഗൈസ്. ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്തോ ഇക്കാരുടെ സെർവർ എന്തോ പ്രശ്നം പറ്റണേ തോന്നുന്നു ഗൈസ്. ഇന്ന് ഡെയിലി പിക്സ് വീണുമായിരിക്കും. ഈ ഡെയിലി പിക്സ് പറഞ്ഞ സെക്ഷനിൽ ഇവിടെ ഒരു കൂൾ ഡൗൺ പറഞ്ഞ സംഭവമില്ല. അത് ഞാൻ ഇന്ന് 2 എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. 296 OVR മോഡിക്കൽ ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 400-500 ഡെയിലി പിക്സ് കിട്ടും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നെ ലിമിറ്റില്ല. 93 മോഡിക്കൽ ആൾക്കാരെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നില്ല ഗൈസ്. കാരണം എനിക്ക് ഇവരെ നാളത്തെ ഇതിപ്പോൾ എൻ്റെ ഇന്നത്തെ കൂൾ ഡൗൺ കഴിഞ്ഞ് ഇന്ന് കൂൾ ഡൗൺ ആണ്. നാളത്തേക്ക് എൻ്റെ റെഡി ആവുള്ളൂ. അപ്പോഴത്തേക്ക് നാളെ കൊടുത്താൽ നമുക്ക് എനിക്ക് ഏകദേശം 3000 ഡെയിലി പിക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഇപ്പം എൻ്റെ അടുത്ത് 2000 എത്രയുണ്ട്. അത് ഇന്നലെ എല്ലാവരും പേടിച്ച് പറയുന്ന സാധനമായിരിക്കും. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ട് പറഞ്ഞാൽ ഈ എക്സ്ട്രാ ടൈം പറഞ്ഞാൽ ഡെയിലി പിക്ക് വരുന്നതിന് മുമ്പ് വരെ കോയിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറായിരുന്നു. അതും കിട്ടണമെങ്കിൽ ആകെ നമുക്ക് ഗൈസ് പിന്നെ നമുക്ക് ഒരിക്കലും പിന്നെ വീണ്ടും എടുക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഒരു ഫ്രീ പാക്കാണ്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തതാണ്. പണ്ടാണെങ്കിൽ ഇത് കോയിൻസ് കിട്ടാൻ ഭയങ്കര പണിയായതുകൊണ്ടാണ് ഗൈസ് ഇപ്പോൾ നമുക്കിതൊന്നും കിട്ടാതിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് 3000 ചെയ്യണം ഗൈസ്. പക്ഷേ 3000 ചെയ്ത് ഞാൻ വീഡിയോ നമുക്ക് എന്തായാലും ചാനൽ നമ്മുടെ ഇടും. അപ്പോൾ വൈകാതെ നിങ്ങൾ കാത്തിന് കാണുക. നാളത്തോണ്ട് എന്തായാലും ഇടാൻ നോക്കാം. കാരണം നാളത്തോടെ കൂൾ ഡൗൺ സ്കിപ്പ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവൻ്റ് എന്താ ഞാൻ മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. കാരണം ഡെയിലി പിന്നെ എല്ലാവർക്കും ഞാൻ എൻ്റെ UID ഇന്നലെ തന്നെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലീഗിൻ്റെ പേര് ഇതാണ് ഗൈസ്. കാണിച്ചു തരാം. ഗ്രിഡ്രോൺ ഗ്ലോറി എന്നുള്ള ഗൈസ് ഞങ്ങളുടെ ലീഗിൻ്റെ പേര്. എല്ലാവർക്കും ചേരണമെങ്കിൽ ചേരാൻ ഗ്രിഡ്രോൺ ഗ്ലോറി സെർച്ച് ചെയ്താൽ മതി. ഞാൻ ലീഗ് ഇതുവരെ ഞങ്ങൾ പ്രൈവറ്റ് ഇട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓപ്പൺ ഇട്ടുണ്ട്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്യില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.